ഇന്ന് ഏത് വിഷയത്തിനാ നീ കരയുന്നത്? ഏത് കാര്യമാ നിന്നെ ഒത്തിരി കരയിപ്പിച്ചത്? ഏത് വിഷയത്തിലാണ് നീ മനം തകർന്നു പോയത്? എവിടെയാണ് നീ വല്ലാതെ സങ്കടപ്പെടുന്നത്? ആ വിഷയത്തെ ഓർത്ത്, ദൈവസന്നിധിയിൽ സമർപ്പിച്ച ആ വിഷയത്തെ ഓർത്ത് നിനക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഈ ഭാഗത്ത് കണ്ട ഈ ഒരപ്പനെ നഷ്ടപ്പെട്ടു പോയതൊരു മകനായിരുന്നു. ആ വിഷയത്തെ ഓർത്ത് ആ അപ്പൻ കരഞ്ഞത്, വിലപിച്ചത്. നിങ്ങളും നഷ്ടപ്പെട്ട ഏത് കാര്യമാകട്ടെ, കുടുംബജീവിതം നഷ്ടപ്പെട്ടവരുണ്ട്, മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവരുണ്ട്, ആരോഗ്യം നഷ്ടപ്പെട്ടവരുണ്ട്. എന്തിനു പറയണം, ഒരു നല്ല സമാധാനം, സ്വസ്ഥത പോലുമില്ല, അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്. എനിക്കെൻ്റെ വീട്ടിൽ തന്നെ പോകാൻ ഇഷ്ടമില്ല, എൻ്റെ വീട് ഒരു നരകമാണ്, അങ്ങോട്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല, എന്തോ ഒരു സമാധാനമില്ലാത്ത പോലെ. പലതും നഷ്ടപ്പെട്ടവരാണ്. ഭാവി നഷ്ടപ്പെട്ടവരുണ്ട്, ആഗ്രഹിച്ച പലതും നഷ്ടപ്പെട്ടവരുണ്ട്. ഒത്തിരി പ്രതീക്ഷയോടെ ആരംഭിച്ചത് പലതും പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് നമ്മൾ ഒരിക്കൽ കൂടി ഇപ്പോൾ പാടിയ പാട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. നീ ഒരിക്കലും കരയൊന്നും വേണ്ട, നീ ഒട്ടും കരയൊന്നും വേണ്ട. ദൈവം നിനക്ക് നഷ്ടപ്പെട്ടത് അതിശയിപ്പിക്കുന്ന നിലയിലും അതിശയിപ്പിക്കുന്ന രീതിയിലും അത് തിരിച്ചു തരും. അത് തിരിച്ചു തരും. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഈ പാട്ടുകാരനോട് ചേർന്ന് ഒന്ന് പാടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും അധരം ചലിപ്പിച്ച് ഹൃദയത്തിൽ നിന്നത് പാടണം. ഈ പാട്ട് കേവലം ഒരു പാട്ട് മാത്രമല്ല, മനോഹരമായ ഒരു പ്രാർത്ഥന കൂടിയാണ്. പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടെ നമ്മളിപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രാർത്ഥനയുള്ള വലിയൊരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഈ വചനങ്ങൾ നമ്മൾ ശ്രവിക്കുക, ശ്രദ്ധിക്കുക. നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വലിയ സഹായം നമുക്ക് ലഭിക്കും. നിങ്ങളുടെ സാഹചര്യങ്ങളിലൊക്കെ മാറ്റം വരും. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന വിഷയങ്ങളെല്ലാം മാറി ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നൊരു സമയം വരുന്നു. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പങ്കുവയ്ക്കാൻ പ്രാർത്ഥനയിലത് ആത്മീയമായി കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭവനത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി, ആ വീടിരിക്കുന്ന സ്ഥലത്തിനു വേണ്ടി എല്ലാം, ആ സാഹചര്യങ്ങൾക്കെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്ന ഇടങ്ങളിലെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പുറപ്പാട് 20-ാം അധ്യായം 24-ാമത്തെ വാക്യം. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെല്ലാം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടയായൊരു അന്തരീക്ഷത്തിലാണ് ഉള്ളത്. പരിശുദ്ധ അമ്മയ്ക്ക്, അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ നിയോഗത്തെ സമർപ്പിക്കുന്ന ഏറ്റവും അനുഗ്രഹമുള്ള 33 ദിവസത്തിൻ്റെ 13-ാമത്തെ ദിവസമാണ് നമ്മളിന്നുള്ളത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ കഴിയുന്ന സമയമാകട്ടെ. പരിശുദ്ധാത്മാവ് ഈ കുടുംബങ്ങളെ സഹായിക്കണമേ. ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെ ഇപ്പോൾ ഏറ്റെടുക്കണമേ. ഈ മാതാപിതാക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ രോഗക്കിടക്കയിലായിരിക്കുന്ന ഈ വ്യക്തി അങ്ങ് സഹായിക്കണമേ. ഈ വിഷമിച്ചിരിക്കുന്ന ഈ ഒരു മനസ്സിനെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. ഇവരുടെ പ്രതിസന്ധികളെ മാറ്റിത്തരണമേ. കടബാധ്യതയിലും രോഗത്തിലും അസ്വസ്ഥതകളിലും കഴിയുന്ന ഇവരെ, ഈ നിയോഗത്തോടെ പങ്കെടുക്കുന്ന ഇവരിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രതീക്ഷയോടെ ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം. ഇന്ന് ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, എത്ര തകർന്നു പോയാലും ആ തകർന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിന് ആ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ പറ്റും. നമ്മുടെ ഉള്ളിലെ നിരാശ ഇതാണ്, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ, എനിക്കിനി കരകയറാൻ പറ്റുമോ, എനിക്കൊരു ജീവിതം ഉണ്ടോ, എൻ്റെ ജീവിതം ശരിയാകുമോ? തുറന്ന ബൈബിളിൻ്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുകയാണ് ഞാൻ നിങ്ങളോട്.
ദൈവത്തിൻ്റെ സ്വരമായി നിങ്ങൾ കേട്ടുകൊള്ളുക. നിങ്ങൾ ദൈവനാമത്തിൽ രക്ഷപ്പെടും. കാരണം ബൈബിൾ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ദൈവവചനം, ഈ പ്രവചന പുസ്തകം, ഈ വേദപുസ്തകം, ഈ പരിശുദ്ധ ബൈബിൾ, ജീവൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഏത് തകർന്ന അവസ്ഥയിൽ നിന്നും ദൈവത്തിന് ആ വ്യക്തിയെ പണിതുയർത്താൻ പറ്റും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്ന യേശുവിനെ കുറിച്ചാണ് കാണുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഇത്രയും തകർന്നു പോയ ഒരു മനുഷ്യൻ, ഒരുപക്ഷെ ഇത് നമ്മളാരും ഇത്രയും തകർന്നിട്ടുണ്ടാവില്ല. 5-ാം അധ്യായത്തിൽ ഒരു പിശാചു ബാധിച്ചൊരു വ്യക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആ അധ്യായം മുഴുവൻ എന്നാണെന്നറിയാമോ? ആ അധ്യായം മുഴുവൻ തകർന്ന അവസ്ഥയിൽ നിന്ന് ആരെക്കൊണ്ടും രക്ഷപ്പെടുത്താൻ പറ്റാത്ത ചില വ്യക്തികളെ ദൈവം രക്ഷപ്പെടുത്തുന്നത്. ആരെക്കൊണ്ടും പറ്റാത്തതിനെ ദൈവത്തെ കൊണ്ട് കഴിയും. അതാണ് മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യം എന്ന് പറയുന്നത്. ദൈവവചനം ശ്രദ്ധിക്കുക. പിശാചു ബാധിതൻ, ഈ വ്യക്തി കല്ലറകളിലാണ് കടന്നുകൊണ്ടിരുന്നത്. കൈകളിലും കാലുകളിലും ചെങ്ങലകൾ ധരിച്ച് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു പിശാചു ബാധിതൻ. നിങ്ങളോർത്തോ, ഈ വ്യക്തിക്ക് ഒരു അപ്പനും അമ്മയും ഒക്കെ ഉണ്ട്. നല്ല രീതിയിൽ ജീവിക്കുവാണെങ്കിൽ വിവാഹമൊക്കെ കഴിച്ച് കുടുംബമായി ജീവിക്കേണ്ട ഒരാളാണ്. പക്ഷെ ഇപ്പോൾ കിടക്കുന്നത് മനുഷ്യരെ മരിച്ചു കഴിഞ്ഞ് മനുഷ്യരെ അടക്കം കൊള്ളുന്ന സിമിത്തേരി കല്ലറകളിൽ പോയി കിടക്കുകയാണ്. ഒരു മനുഷ്യൻ ആ വ്യക്തിയുടെ സഹായത്തിനില്ല. ആ എഴുതിയിരിക്കുന്ന വാക്യം തന്നെ 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, മർക്കോസിൻ്റെ സുവിശേഷം. അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്ന സ്ഥലം നോക്കൂ. ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് ജീവനുള്ള ആരെങ്കിലും സിമിത്തേരിയിൽ പോയി രാവും പകലും കുടില് കെട്ടിയോ വീട് വെച്ചോ താമസിക്കുമോ? ഒരിക്കലും നമ്മളങ്ങനെ ഒരു ഭ്രാന്തം പോലും ചിലപ്പോൾ ചെയ്യത്തില്ലത്. ഒരു എത്രയും തകർന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും ഇത്രയും മതമതിച്ച് പോകത്തില്ല. പക്ഷേ അതിനകത്ത് അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അവനെ അന്വേഷിച്ചു പോലും ഒരു ദൈവം അവിടെ ചെല്ലുവാണ്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു. ഇത്രയും തകർന്നു കിടക്കുന്ന അവനെ തേടി അവിടെ ചെല്ലുകയാണ്. അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ മധ്യസ്ഥ പ്രാർത്ഥന ടീമംഗങ്ങൾ ഉണ്ടായിരുന്നോ? ആരും ഇല്ലായിരുന്നല്ലോ. നമുക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ലേലും പേടിക്കേണ്ട കേട്ടോ. നിങ്ങളെ അന്വേഷിച്ച് വരുന്നൊരു ദൈവമുണ്ട്. ചിലർ പറയില്ലേ, നിങ്ങൾക്ക് വേണ്ടിയൊക്കെ എത്രയോ പേരിങ്ങനെ പ്രാർത്ഥിക്കാനുണ്ട്, ഞങ്ങൾക്കൊന്നും ആരുമില്ല. സാരമില്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും ആരും ഇല്ലെങ്കിലും അവിടെയും നിങ്ങൾ ഡിപ്രസ്ഡ് ആകണ്ട, ഡൗൺ ആകണ്ട. നിങ്ങളെ അന്വേഷിച്ചിറങ്ങുന്നൊരു ദൈവമുണ്ട്. ഈ വാക്യം വായിക്കുമ്പോൾ ശവകുടീരങ്ങൾക്കിടയിൽ ഒരു മനുഷ്യനുണ്ടെന്ന്, ഇങ്ങനെ ഒരാളുണ്ടെന്ന് യേശുവിനോട് ആരും പറഞ്ഞില്ലല്ലോ. യേശു അറിഞ്ഞ് അവിടെ ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഇപ്പോൾ വീടിൻ്റെ അന്തരീക്ഷത്തിലും സങ്കടത്തിലോ ഒറ്റപ്പെട്ട മുറിയിലോ എവിടെയും ആയിക്കൊള്ളട്ടെ, നിങ്ങളെ തേടി വരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ആ ദൈവം നിങ്ങളെ തേടി വരും. ഒരുപക്ഷെ നിങ്ങൾ പറയും, എൻ്റെ ജീവിത പങ്കാളി പോലും എന്നെ തേടി വരാനില്ല, എൻ്റെ മക്കൾ പോലും എന്നെ വിളിക്കാറും അന്വേഷിക്കാറുമില്ല. അതൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ അനുഭവത്തിൽ ശരിയായിരിക്കാം. നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ അന്വേഷിച്ച് വരുന്നില്ല, സുഹൃത്തുക്കളൊന്ന് ഫോൺ വിളിക്കുക പോലും, ഒരു മെസ്സേജ് പോലും ഇല്ല എന്നൊക്കെ നിങ്ങളുടെ പരാതിയായിരിക്കാം. പക്ഷെ ഈ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വാക്കു പറയുന്നു, നിന്നെ അന്വേഷിച്ച് വരുന്നൊരു ദൈവമുണ്ട്, നിന്നെ തേടി വരുന്നൊരു ദൈവമുണ്ട്, നിന്റെ കുടുംബത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അത്രയും വാക്യം നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം എന്തെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്കൊക്കെ ആരെങ്കിലും ചെല്ലുക, സിമിത്തേരി കടന്ന് തകർന്ന് തരിപ്പണമായി ശവകുടീരങ്ങൾക്കിടയിൽ രാവും പകലും ഡേയും നൈറ്റും എല്ലാം കിടക്കുന്ന ശവകുടീരങ്ങൾക്കിടയിലാണ്. മനസ്സ് മരിച്ചു മരവിച്ച മനുഷ്യൻ. പക്ഷെ അവനെ തേടി ഒരു യേശു വന്നു. 3-ാമത്തെ വാക്യം, ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചെങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് മൃഗങ്ങളെയൊക്കെ ചെങ്ങലയ്ക്ക് നമ്മൾ പൂട്ടിയിടാറുണ്ട്, അതേപോലെ പോലും ഇവനെ പറ്റിയിരുന്നില്ല. അടുത്ത വാക്യം,
പലപ്പോഴും കാൽവിലങ്ങുകളും ചങ്ങലകളും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങല വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു. അടുത്ത വാക്ക് ഇങ്ങനെയാണ്: അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ ആ വാക്യത്തിൻ്റെ ഒരു പ്രത്യേകത, ആർക്കും എന്ന് എന്തിനാ എഴുതിയിരിക്കുന്നത്? അപ്പോൾ കുറേ പേര് പരിശ്രമിച്ചു, ആർക്കും അത് ശരിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ ആർക്കും എന്ന് പറയാൻ കാരണം പലരും ഇവനെ ഒന്ന് റെഡിയാക്കിയെടുക്കാൻ, പലരും ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പലരും ശ്രമിച്ചിട്ടിപ്പോൾ പരിശ്രമങ്ങളൊക്കെ വിഫലമായി. നിങ്ങളും ഏത് വിഷയത്തിലാണ് കുറേ പരിശ്രമിച്ച് കുറേ നോക്കി, എന്നിട്ട് അതെല്ലാം അതിൻ്റെ ഉത്തരം നിരാശയാണ്. പരിശ്രമിച്ചിട്ടും അതിൻ്റെ ഉത്തരം വന്നത് നിരാശയുടെ രൂപത്തിലാണ്. ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പരിശ്രമിച്ചത്? എൻ്റെ ജീവിതം ഒന്ന് നന്നായി പോകാൻ ഞാൻ പരിശ്രമിച്ചു, അല്ല ഞാൻ തന്നെ നോക്കിയിട്ട് എന്ന് നന്നായി പോകാൻ ആഗ്രഹിച്ച് സാധിക്കുന്നില്ല. നിങ്ങളുടെ കുടുംബത്തെ ഒന്ന്, മക്കളെ നന്നായിട്ട് വളർത്താൻ നിങ്ങൾ പരമാവധി പരിശ്രമിച്ചു, പക്ഷെ നടക്കുന്നില്ല. നിങ്ങളുടെ സാമ്പത്തികം എന്തുവാകട്ടെ, ഞാനിങ്ങനെ കുറച്ച് വിഷയങ്ങൾ പറയുമ്പോൾ ആവർത്തിച്ച് ഒരേ കാര്യങ്ങൾ വന്നാലും അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ ആർക്കും അവനെ സാധിച്ചില്ല. ആർക്കും സാധിക്കാത്തത് ദൈവത്തെ കൊണ്ട് സാധിച്ചു.